നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെക് ഫുഡ് മാഡ്നസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബൾബിനെ എങ്ങനെ പല വ്യത്യസ്ത സ്ഥലത്തു നിന്ന് കൺട്രോൾ ചെയ്യാം എന്നുള്ള വീഡിയോകളാണ്. അതിൻ്റെ ഒരു മൂന്നാം ഭാഗമാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു ബൾബിനെ എങ്ങനെ 4 വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും പ്രത്യേകം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായത് 2 ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചുകൾ, അതുപോലെ തന്നെ 2 സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചുകൾ. ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ഇല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള 2 സ്വിച്ചുകൾ ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നോക്കി അതുപോലെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ സ്വിച്ചിൻ്റെ വയറിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചിന് നമ്മൾ ഇതുപോലെ ക്രോസ് ആയിട്ട് വയർ ചെയ്യണം. അതായത് അതിൻ്റെ ഒരു സൈഡിലെ മേൾ ഭാഗത്തു നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ താഴ്ഭാഗത്തേക്ക്, അങ്ങനെ. അതേപോലെ തന്നെ ഇപ്പുറ സൈഡിലെ മേൾ ഭാഗത്തു നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ താഴ്ഭാഗത്തേക്ക്. ഇത് ഞാൻ ഒരെണ്ണം ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് ബാക്കിയുള്ള കൂടി ഒന്ന് ചെയ്യാം. സ്വിച്ചിൻ്റെ ബാക്കിലുള്ള ഡയഗണൽ വയറിങ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കി നമുക്ക് ബാക്കിയുള്ള വയറിങ് കൂടി ചെയ്യാം. ഞാൻ നമ്മുടെ വയറിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഈ ഒരു ബൾബിനെ നമ്മൾ 4 വ്യത്യസ്ത സ്ഥലത്തു നിന്നാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ചെയ്യാൻ പോകുന്നത്. ഇതൊരു സ്റ്റെയർ കേസ് വയറിംഗ് ആണ്. 4 വ്യത്യസ്ത സ്ഥലത്തു നിന്ന് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്വിച്ച് ഒരു പർട്ടിക്കുലർ സ്ഥലം, ഇത് 2ാമത്തെ സ്ഥലം, ഇത് 3ാമത്തെ സ്ഥലം, ഇത് 4ാമത്തെ സ്ഥലം. ഈ മഞ്ഞ വയറാണ് നമ്മുടെ ഫേസ് ഇന്ന്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ ഇത് 2 ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചും 2 സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചുമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് ഈ സിംഗിൾ പോൾ സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഫേസ് ഔട്ട് ഇപ്പുറത്തെ സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് എടുക്കുക. ഇതിൻ്റെ വയറിംഗ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചിൻ്റെ മുകളിലെ പിന്നും ഓപ്പോസിറ്റ് സൈഡിലെ താഴത്തെ പിന്നും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യും. അതേപോലെ തന്നെ റിവേഴ്സും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ചിൻ്റെയും കണക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്തെ പിന്നും ഈ സ്വിച്ചിൻ്റെ മേൾ ഭാഗത്തെ പിന്നും തമ്മിൽ ജോയിൻ ചെയ്യും. അതേപോലെ തന്നെ ഈ സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്തെ പിന്നും താഴത്തെ പിന്നും തമ്മിൽ ജോയിൻ ചെയ്യും. ഇപ്പുറ സൈഡിലുള്ള സെൻറ്റർ ഭാഗത്തെ പിന്നെടുത്ത് നമ്മൾ ഈ 2-വേ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് കണക്ട് ചെയ്യും. സെയിം അതേപോലെ തന്നെ ഇവിടെയുള്ള മുകളിലുള്ള പിന്ന് നമ്മളെടുത്ത് നേരെ ഈ 2-വേ സ്വിച്ചിൻ്റെ മണ്ടലം കണക്ട് ചെയ്തു. ഈ താഴെയുള്ള പിന്നെടുത്ത് നമ്മൾ നേരെ ഈ 2-വേ സ്വിച്ചിൻ്റെ താഴെയും കണക്ട് ചെയ്തു. ഇതേ ഉള്ളൂ ഇതിൻ്റെ വയറിങ്. നമ്മൾ ഈ ബൾബിൻ്റെ ന്യൂട്രൽ നമ്മൾ ഡയറക്റ്റ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. ഫേസ് ആണ് നമ്മൾ ഈ സ്വിച്ച് വഴി കയറി കണക്ട് ചെയ്യുന്നത്. നമുക്ക് സോഴ്സ് ഒന്ന് ഓൺ ചെയ്യാം. ഇതാണ് നമ്മുടെ സോഴ്സ്. ഇത് നമ്മൾ ഓൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ബൾബ് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ബൾബ് കത്തുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് സ്വിച്ച് ഇപ്പോൾ ഓൺ കണ്ടീഷനിൽ നമ്മൾ ഈ സെക്കൻഡ് സ്വിച്ച് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആകണം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേർഡ് സ്വിച്ചിനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആകണം.
ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് ഓഫായിട്ടുണ്ട്. ഇത് വീണ്ടും നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓൺ ആകണം. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രസ് ചെയ്താൽ ഇത് ഓഫ് ആകണം. ഇവിടെ പ്രസ് ചെയ്താൽ ഓൺ ആകണം. അതായത് ഓൺ കണ്ടീഷൻ ആണെങ്കിൽ വേറെ സ്വിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് ഓഫ് ആകണം. അത് ഇപ്പോൾ അങ്ങനെ ആകുന്നുണ്ട്. ഈ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്താൽ ഓൺ ആകുന്നുണ്ട്. നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം ഒന്ന് പരിശോധിക്കാം. ഇതാണ് നമ്മുടെ വയറിംഗ് ഡയഗ്രാം. ഇതിൽ നമ്മൾ 4 സ്വിച്ചുകളാണ് യൂസ് ചെയ്യുന്നത്. 2 ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചും 2 2 വേ സ്വിച്ചും ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബൾബ്. ന്യൂട്രൽ നമ്മൾ ഡയറക്റ്റ് ബൾബിലേക്ക് കണക്ട് ചെയ്തു. ഈ ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തുള്ള പിന്നിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെ താഴെയുള്ള പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇത് ഈ മുകളിലുള്ളത് ഇവിടെയുള്ള താഴെയുള്ളത് സെയിം അതേപോലെ തന്നെയാണ് ഇപ്പുറത്തെ സ്വിച്ചും. ഇവിടുത്തെ മുകളിലുള്ള പിന്നിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള താഴെയുള്ള പിന്നിലേക്ക് കണക്ട് ചെയ്തു. ഈ മുകളിലുള്ള പിന്നിൽ നിന്ന് ഈ പിന്നിലേക്കും കണക്ട് ചെയ്തു. ഈ സെൻറ്റർ പിന്ന് നമ്മൾ ഈ 2 വേ സ്വിച്ചിൻ്റെ അടിഭാഗത്തേക്ക് കണക്ട് ചെയ്തു. ഇപ്പുറത്തെ സെൻറ്റർ പിന്നെടുത്ത് നമ്മൾ ഈ 2 വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്ത് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ ഡബിൾ പോൾ സ്വിച്ചിൻ്റെ സെൻറ്റർ പിന്നെടുത്ത് നമ്മൾ ഈ ഡബിൾ പോൾ സ്വിച്ചിൻ്റെ താഴത്തേക്കും ഇപ്പുറത്തെ സെൻറ്റർ പിന്നെടുത്ത് നമ്മൾ ഈ ഡബിൾ പോൾ സ്വിച്ചിൻ്റെ മുകളിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ മുകളിലത്തെ പിന്ന് ഈ 2 വേ സ്വിച്ചിൻ്റെ മണ്ടയിലേക്കും ഈ പിന്നെടുത്ത് നമ്മൾ ഈ 2 വേ സ്വിച്ചിൻ്റെ താഴേക്കും. ഇവിടെ നിന്നാണ് നമ്മൾ ഈ 2 വേ സ്വിച്ചിൻ്റെ മിഡിൽ പോയിന്റിൽ നിന്നാണ് നമ്മൾ ബൾബിൻ്റെ ഫേസ് എടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഫേസ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ആണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചുമന്നൊരു പീസ് വെക്കുന്നുണ്ട്. സ്വിച്ച് എങ്ങോട്ടാണോ ഓൺ ആയി കിടക്കുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ് ഇത് വെക്കുക. നിങ്ങൾ മുന്നേ ഉള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നമ്മുടെ 4 സ്വിച്ചുകളും ഓൺ പോലെ, അതായത് നേരെ താഴേക്കാണ് കിടക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഈ ഫേസ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫേസ് ഇവിടെ താഴെ വന്നു, താഴെ നിന്ന് ഇവിടെ വന്നു. ഈ ഡബിൾ പോൾ സ്വിച്ചിൻ്റെ താഴത്തെ പിന്നിൽ നിന്ന് ഇങ്ങോട്ടുള്ള ക്രോസ് വഴി ഇവിടെ എത്തി. അത് നേരെ മുകളിൽ ചെന്നു, ഇവിടെ വന്ന് ഇവിടുന്ന് നേരെ താഴെ എത്തി കഴിയുമ്പോൾ ഈ സ്വിച്ചിൻ്റെ ഇവിടെ ഈ ഇതുവഴി സെൻറ്റർ പിന്ന് വഴി കയറി ബൾബ് ഓൺ ആവും. അപ്പോൾ ബൾബ് ഓൺ കണ്ടീഷനാണ്. ഇത് നമ്മൾ ഈ ഒരു സ്വിച്ച് നമ്മൾ മുകളിലേക്ക് ആക്കിയാൽ എന്താ സംഭവിക്കുക നോക്കാം. ഈ ഫേസ് ഇതുവഴി കയറി ഇവിടെ വന്ന് കയറി ഇവിടെ എത്തി, ഇവിടുന്ന് താഴെ എത്തി, ഇതിലെ കയറി ഇത് ഇവിടെ എത്തി, ഈ പിന്നിന്ന് ഇവിടെ എത്തി. പിന്നെ ഇവിടെ നമുക്ക് ക്ലോസ്ഡ് അല്ല, അതുകൊണ്ട് ഈ സർക്യൂട്ട് ഇവിടെ വന്ന് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബൾബ് ഓഫ് ആവും. ഇനി നമ്മൾ ഈ സ്വിച്ച് നമ്മൾ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ സെയിം ഇതേപോലെ തന്നെ വരും. ഈ ബൾബ് ഇവിടെ ഷോർട്ടാവും. അതിപ്പോൾ നേരെ ഇതിലേക്ക് കയറി ഫേസ് ബൾബിലേക്ക് എത്തും. അപ്പോൾ ബൾബ് ഓൺ ആവും. ഇനി നമ്മൾ ഈ ഡബിൾ പോൾ സ്വിച്ച് ഏതെങ്കിലും ഒരെണ്ണം മുകളിലേക്ക് ആക്കുക. ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ മുകളിലേക്ക് ആക്കി. ഇത് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഫേസ് ഇതുപോലെ തന്നെ കയറി ഇവിടെ വന്ന് ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത് വീണ്ടും ഇതുവഴി കയറി ഈ പോയിന്റിലെത്തും. ഇവിടുന്ന് നേരെ എത്തി ഇവിടെ വരും, ഇവിടെ വന്ന് ഇതിവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ ബൾബ് ഓഫ് ആവും. ഇനി നമ്മൾ ഈ ഡബിൾ പോൾ സ്വിച്ച് കൂടി നമ്മൾ മുകളിലേക്ക് ആക്കിയാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഈ ഫേസ് ഇതുവഴി കയറി ഇവിടെ വന്ന് ഇതുവഴി കയറി ഇതിലെ വന്ന് ഈ ഒരു സ്വിച്ചിലെത്തി, ഈ ഒരു സെൻറ്റർ പിന്നിലെത്തി. സെൻറ്റർ പിന്നിൽ നിന്ന് ഇത് മുകളിലേക്ക് വന്ന് ഈ കണക്ഷൻ വഴി കയറി ബൾബിലേക്ക് പോകും. അപ്പോൾ ബൾബ് ഓൺ ആവും. ഇങ്ങനെയാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബൾബിനെ എങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും അതുപോലെ തന്നെ 2 വ്യത്യസ്ത സ്ഥലത്ത് നിന്നും കൺട്രോൾ ചെയ്യുന്ന എങ്ങനെയെന്ന് കണ്ടു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബൾബിനെ 3 വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് കണ്ടു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 4 വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഒരു ബൾബിനെ കൺട്രോൾ ചെയ്യാമെന്ന് കണ്ടു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക.
വേറൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.